പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വേദവാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ മാറായിലെത്തുവാൻ തക്കണമിടയായി. അവർ ദാഹിച്ചു വലഞ്ഞു വരുമ്പോൾ മാറയുടെ ജലം, ഹാലലൂയ, അത് കയ്പുള്ളതാകുവാൻ തക്കണമിടയായി. അവർ ജലമുണ്ടെങ്കിലും അവർക്കത് കുടിപ്പാൻ സാധിക്കുന്നില്ല. പല പ്രിയപ്പെട്ടവരെയും സാഹചര്യം ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്, പലരും ഹാലലൂയ സാഹചര്യം ഉണ്ടെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റാതെ വണ്ണം ഹാലലൂയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവിടെ മാറയിൽ എന്താണ് സംഭവിച്ചത്? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുവാൻ തക്കണമിടയായി. ആ വൃക്ഷം കൊമ്പുകൾ വെട്ടിയിട്ടപ്പോൾ ആ ജലം അത് അവർക്ക് കുടിപ്പാൻ തക്കണമിടയായി. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നപ്പോഴും ദൈവം മുന്നമേ ഹാലലൂയ സാഹചര്യത്തെ മാറ്റുന്ന ഒരു വൃക്ഷം അവിടെ ഉണ്ടാക്കി വെക്കുവാൻ തക്കണമിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും സാഹചര്യങ്ങളുടെ യേശു മാറ്റുവാൻ തക്കവണ്ണം പ്രാപ്തനാണ്. ഹാലലൂയ. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ വിദേശ രാജ്യത്തേക്ക് പോകുവാൻ തക്കവണ്ണം തയ്യാറായി പല നിലവാരത്തിൽ ടെസ്റ്റുകൾ എഴുതി നിൽക്കുന്ന ചില സഹോദരിമാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. നിങ്ങൾ വിശ്വാസത്താൽ ഇപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിലേക്ക് കരം വെച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, യേശുവെ എന്നൊന്ന് വിളിച്ചാട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ തക്കണമിടയാകും. എന്നെ കാണുന്ന ചില പ്രിയപ്പെട്ടവർ രോഗശയ്യയിലായിരിക്കുന്നു, ചിലർ രോഗികളായിരിക്കുന്നു. നിങ്ങൾ ആ രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കരം വെച്ചിട്ട്, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ ലൈഫിലെ ഈ മാറയെ യേശു വന്ന് അത് മാറ്റുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നിങ്ങളൊന്ന് പറയാമോ? പ്രിയ പിതാവേ, പ്രിയ മക്കൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ഹല്ലേലൂയ മാറട്ടെ, മധുരമുള്ളതാകട്ടെ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.